ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കോയിക്കൽ കൊട്ടാരം. കോയിക്കൽ കൊട്ടാരം എന്ന് പറയുമ്പം വേണാട് രാജാവിന്റെ ഏറ്റവും പഴയ കൊട്ടാരങ്ങളിൽ ഒന്നാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലാണ് കേട്ടോ ഈ കൊട്ടാരം ഉള്ളത്. നമുക്ക് ഇവിടെ ബസ്സിൽ വന്നിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എത്താം. റോഡ് സൈഡിൽ തന്നെയാണ് ഈ കൊട്ടാരം. അപ്പോൾ വരാത്ത കൂട്ടുകാർക്കൊക്കെ വേണ്ടി വരണം കേട്ടോ, ഇവിടെ വന്നിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ. ഇത് ആർക്ക് വേണ്ടി? 1670 ഉമയമ്മ റാണിയല്ലേ? ഉമയമ്മ റാണിയായിരുന്നു കേട്ടോ ഇവിടെ താമസിച്ചിരുന്നത്. ഉമയമ്മ റാണിക്ക് വേണ്ടി പണിയെടുപ്പിച്ചതാണ്. അതെന്ന് പറയുമ്പോഴത്തേക്ക് മഹാറാണിയുടെ ഭരണകാലത്ത് തിരുവനന്തപുരത്ത് സമീപം വരെ നമ്മുടെ സൈന്യ സമേതം ആക്രമിച്ച് മണക്കാട് തമ്പടിച്ചു. അതോടെ റാണിക്ക് തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാടേക്ക് നിലയുറപ്പിക്കേണ്ടി വന്നു. അന്ന് പണിത കൊട്ടാരമാണ് നമ്മുടെ കോയിക്കൽ കൊട്ടാരം. ഇതിപ്പോൾ കേരള സർക്കാർ ഇതൊരു മ്യൂസിയം ആയിട്ട് എടുത്തിട്ടുണ്ടല്ലേ, സംരക്ഷിത സ്മാരകമാണ് ഇപ്പോഴും. 1992 മുതൽ ഒരു ഫോക്ക് ലോർ മ്യൂസിയവും ന്യൂമിസ്മാറ്റിക് എന്ന് പറയുമ്പോൾ നാണയശേഖരം മ്യൂസിയവും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു അല്ലേ? അതെ, ഇപ്പോൾ അത് നല്ല രീതിയിൽ പിന്നെയും പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും നല്ല നവീകരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് കൊട്ടാരത്തിൻ്റെ തനിമ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അകത്തും പുറത്തുമായിട്ട് ഇത്രയേറെ മാറ്റം കൊണ്ടുവന്നത് ഈ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് കേട്ടോ. ഈ പുറത്തൊന്നും ആദ്യം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ നല്ല ചെടികളൊക്കെ വച്ച് പിന്നെ പുല്ലൊക്കെ വച്ച് പിന്നെ കുറേ സാധനങ്ങളല്ലേ, പണ്ടത്തെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ പുറത്ത് ഇട്ടിട്ടുണ്ടല്ലേ. അതെ അതെ. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് മുതിർന്ന ആൾക്കാർക്ക് 30 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. പിന്നെ നമ്മുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ 10 രൂപ കൂടെ അടയ്ക്കണം. അങ്ങനെ കൂട്ടുകാരെ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണിത്. ഇത് എന്താണ്? പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് തോലാണല്ലേ, നമ്മളെ ഡ്രസ്സാണ് പഴയ കാലങ്ങളിലുള്ള. ഇത് തേന അതൊക്കെ സംരക്ഷിക്കുമെന്നതിനുള്ള പിന്നുള്ളത് വീസറി അങ്ങനെയൊക്കെ ഉള്ളത് ഐറ്റംസ്. പിന്നെ കല്ല് കൊണ്ടുള്ള നമ്മളെ കൽപാത്രങ്ങൾ. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അതെ പ്രധാനപ്പെട്ടത് നമ്മളെ കുഴലാണ്. ഇപ്പോഴത്തെ പൈപ്പിന് പകരമുള്ള ഐറ്റം. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കമാണ് ഈ കാണുന്നത്. ഇത് എവിടെയാണ്? കരിപ്പൂർ കൊട്ടാരം. പക്ഷെ കരിപ്പൂർ കൊട്ടാരമൊക്കെ പൊളിഞ്ഞു പോയി കേട്ടോ. അത് ഉറി ഉണ്ടോ? ഇതൊക്കെ നമ്മളെ പണ്ട് കാലങ്ങളിലുള്ള ഉറി. പിന്നെ നമ്മുടെ കൽപാത്രങ്ങളല്ലേ? അല്ല, തടിപ്പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് സംഭരണികളാണ്. നമ്മള് പണ്ട് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിട്ടൊക്കെ ഉപയോഗിച്ചു. പണ്ട് കാലത്തോട്ട് ഡോർ കണ്ടോ? അത് എന്ന് പറഞ്ഞാൽ വളരെ വീതി കൂടിയ ഒറ്റ വിജാഗരി എന്തോല്ലേ ഉള്ളൂ. വിജാഗരി ഇല്ല, അങ്ങനെ എന്തോ പ്രത്യേകത. പിന്നെ ഇത് സ്റ്റെപ്പ് മുകളിൽ പോവാനുള്ള 2ാമത്തെ നിലയിൽ ഇപ്പൊ പ്രവേശനം ഉണ്ട് കേട്ടോ. അതെ, ഇത് ശൂലങ്ങളാണ്. ശൂലം അല്ലാതെ അന്ന് നമ്മുടെ ദേവി അങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഇതാണ്. വിളക്ക് കാര്യങ്ങളാണിത്, പണ്ട് കാലങ്ങളിലുള്ള വിളക്ക്. പിന്നെ ഓരോ റൂമിലും ഓരോ തരത്തിലുള്ള ഗാലറിയാണ് കേട്ടോ അവരെ സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലേ. പാത്രങ്ങളുടെ സെക്ഷൻ, പിന്നെ ഈ പണിയായുധങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. നമ്മുടെ എന്താണ് കാലിടുന്ന തിടമ്പ്, വാള്, തള. അതെ. പിന്നെ വിളക്ക്. പിന്നെ ഇത് നമ്മളെ അരിയൊക്കെ ഇടുന്നതിന്. പിന്നെ കത്തികൾ, അന്നത്തെ കത്തി, ഉറുമി ടൈപ്പ് അങ്ങനെയുള്ള ഐറ്റം. പിന്നെ ഇതൊക്കെ നമ്മളെ ജിമ്മ് പോലെ ഉപയോഗിക്കുന്ന, വ്യായാമത്തിന് ഉപയോഗിക്കുന്നതൊക്കെയാണ് അവിടെ ഇരുന്നത്. ഇതൊക്കെ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മളെ കൊട്ടാരത്തിന്റെ മേൽവശത്ത് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് റാണി ജനങ്ങളെ കണ്ട് വാൾപ്പയറ്റിന് വേണ്ടി വാളും പരിചയം. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ യുദ്ധസമയത്ത് സൈനികർക്ക് മാത്രം വരാൻ പറ്റുന്ന ഒരു വഴിയാണത്. ഇത് സാധാരണ ആൾക്കാരെ കൊണ്ട് കയറി വരാൻ പറ്റത്തില്ല. ഇത് കലാരൂപങ്ങളാണ്. ഇത് അവിടെ നമ്മള് ഫോട്ടോ അവരെടുത്ത് ചെയ്തു. ആദ്യകാലത്ത് പ്രതിമ കണക്ക് ചെയ്തു വെച്ചിട്ടുള്ള കലാരൂപങ്ങളായിരുന്നു കേട്ടോ. അതൊക്കെ പഴക്കം വന്നത് കൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഡിജിറ്റലാണ്. ഞങ്ങള് പണ്ട് ഒരു 4-5 വർഷം മുമ്പ് കയറുമ്പോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ മോൾ ഭാഗത്ത്. ഇത് നമ്മുടെ ഓരോ രീതിയിലുള്ള കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കലാരൂപങ്ങളും ഉണ്ടല്ലേ. തെയ്യം, പഴയണി അങ്ങനെയുള്ള എല്ലാ കലാരൂപങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ചെയ്തതാണ്. എല്ലാം ഓരോ രീതി നല്ല രീതിയിൽ ക്രമീകരണമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുടിയാട്ടം
പിന്നെ മറ്റേ ചവിട്ട് കളി അങ്ങനെ എന്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ എല്ലാ ഫോട്ടോയും ഉൾപ്പെടുത്തില്ല കേട്ടോ, കാരണം വന്ന് കാണുന്ന കൂട്ടുകാർ ഫോണിൽ കൂടെ എല്ലാം കാണണ്ട, വന്ന് നിങ്ങൾ നേരിട്ട് കൂടെ കാണട്ടെ എന്ന് കരുതി നമ്മൾ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളൂ. പണ്ട് കാലങ്ങളിലുള്ള നമ്മൾ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, നമ്മളെ കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതെല്ലാം. പറഞ്ഞു തരാൻ ഗൈഡിന്റെ സഹായം ഉണ്ട്, അവിടെ ഗൈഡിന്റെ സഹായം ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഈ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അവര് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നു. പഴയകാല നാണയങ്ങളാണ് ഈ കാണിക്കുന്നുണ്ടോ, ഓട്ടക്കാലടെ കൊണ്ട് ഓട്ടക്കാലം കുതിരപ്പവൻ. ആ ഗൈഡ് പറഞ്ഞ കേട്ടില്ലേ, ഓട്ടക്കാലാണ് നമ്മളെ മോഹൻലാലിന്റെ സിനിമയിൽ ഓട്ടക്കാലാണ്. പിന്നെ കുതിരപ്പവൻ, പിന്നെ ഇതെന്ന് കലാരൂപങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതൊക്കെ. അതെ, ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ കൊട്ടാരങ്ങളിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളും ഇവിടെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ അവര് പറഞ്ഞത്. അതെ അതെ അതെ, ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കാലകാലങ്ങളിലായിട്ട് പലയിടത്തു നിന്നായിട്ട് കിട്ടിയത്, അമ്പലങ്ങളുടെ പരിസരത്തൊന്നും അല്ലാതെ അങ്ങനെ കിട്ടിയ സാധനങ്ങളെല്ലാം ഉണ്ട്, എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെ അതെ, ഇതെന്താണ് മറ്റേ ലാവില് അല്ല നെല്ല് പൊടി. ഇത് പത്തായത്തിന്റെ എന്ന് പറഞ്ഞാൽ നമ്മള് നെല്ല് കുട്ടിയറയാണ് നെല്ല് കൂട്ടി. ഇത് പത്തായം. ഇതിലൊക്കെ പണ്ടാ ഒളിച്ചിരിക്കുവായിരുന്നു. എന്താ നെല്ലല്ലേ, കലപ്പയും പിന്നെ പിക്കാസ് പണ്ടത്തെ നമ്മുടെ കൃഷി ചെയ്യുമ്പോഴത്തേക്കുള്ളത്. അതൊന്നും ഇപ്പൊ ഇല്ലേ. ഇപ്പൊ എല്ലാരും ഇപ്പൊ നമ്മുടെ നടൽ മെഷീനൊക്കെ ആയി. ഇതിന് പകരം ഇപ്പൊ കാളയും പോത്തൊന്നും ഇല്ലാതെ നടൽ മെഷീനും കാര്യങ്ങളൊക്കെ ആയി. ഇത് എലി പിടിക്കുന്നതിനുള്ള എലിവില്ലാണ്, ഇതിപ്പോഴും ഉണ്ട്. പിന്നെ ഇത് വെള്ളം നമ്മൾ കോരി തേവുന്നതിനുള്ളത്, പിന്നെ തൊപ്പി, പണ്ട് കാലങ്ങളിലുള്ള തൊപ്പി, പിന്നെ എന്താ ഇത് വട്ടി, മുറം, കുട്ട ഇപ്പൊ വേറെ ടൈപ്പ് കുട്ടയും ഉണ്ടല്ലോ ഇതല്ലാതെ. പിന്നെ നമ്മുടെ ചവിട്ടി നമ്മുടെ കൃഷി സമയത്ത് യൂസ് ചെയ്യുന്ന ജലചക്രം. അതെ, അത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം. ഇപ്പം മീനും ഇതുവരെയും കൊട്ടാരം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടുപോയത് കേട്ടോ അവളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അവൾക്ക് ആദ്യത്തെ രണ്ടാമത്തെ നിലയിൽ പോകാനായിരുന്നു ഭയങ്കര ഉത്സാഹം. ഇത് പശുണ്ടെന്ന് ഒട്ടിച്ചേക്കുന്നത് നല്ല കേട്ടോ. ഇത് നമ്മളെ മേൽക്കൂരയുടെ ടോപ്പാണ്. നമ്മൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പെരും മഴ കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാതെ ഞങ്ങൾ കുറേ നേരം വരെ അതിനകത്ത് തന്നെ ഇങ്ങനെ നിന്ന് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ, അടിപൊളി ഭംഗിയാണ്. നമ്മളവിടെ ലൈവും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വീഡിയോ വരുന്നുണ്ട്, നമ്മള് വീഡിയോ കാണിച്ചു തരാന്ന്. അവിടെ നിന്നിട്ട് ലൈവ് വിട്ടിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര മഴയായിരുന്നു. പക്ഷെ മഴയത്ത് നമ്മള് കൊട്ടാരത്തിന്റെ മുമ്പ് കാണാൻ വളരെ ഭംഗിയാണ് അല്ലേ. നമ്മള് സമയം പറഞ്ഞ കൊട്ടാരത്തിന്റെ കൊട്ടാരത്തിന്റെ സമയം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. സമയം എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ 9 മണി മുതൽ 1 മണി വരെയും പിന്നെ 2 മണി തൊട്ട് 4:30 വരെയാണ് നമ്മളെ കൊട്ടാരത്തിൽ കയറാനുള്ള പ്രവേശനം അനുവദിച്ചിട്ടുള്ള ടൈം. ഗൈഡ് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഗൈഡ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ തിങ്കളാഴ്ച ദിവസം അവധിയാണ്. ടിക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും 30 രൂപയാണ്. പണ്ടൊക്കെ 25 രൂപയായിരുന്നു, ഇപ്പൊ 30 രൂപയായി. പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് 10 രൂപ കൂടെ ഇവിടെ ചാർജ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല. അകത്ത് കയറിയാൽ ഒന്നിന്റെയും വീഡിയോ എടുക്കാൻ പാടില്ല. ഇതിന്റെ കൊട്ടാരത്തിന്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു വഴിയാണ് കേട്ടോ. ഇത് നേരെ അങ്ങ് താഴെ റോഡിന്റെ ഭാഗത്ത് ഇറങ്ങുന്ന ഒരു ഇടവഴിയാണത്. പിന്നെ അതല്ലാതെ നമ്മളിത് പണ്ട് കാലങ്ങളിലുള്ള നമ്മളെ കുതിര വണ്ടിയും കാളവണ്ടി അങ്ങനെയുള്ളതെല്ലാം ഇവിടെ അവര് പുറത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ടിക്കറ്റ് ഇല്ലെങ്കിലും കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കുളം. ഇത് നമ്മളെ കൊട്ടാരം കുളമാണ്. റാണിയെ കുളിക്കാനും ഇതിപ്പോ അടച്ചിട്ടിരിക്കുകയാണ്, അകത്തോട്ട് ഇറങ്ങാൻ നമുക്ക് അനുവാദമില്ലായിരുന്നു. ഇതാണ് ഇതാ മക്കളെ കൊട്ടാരം. സൂപ്പർ കൊട്ടാരം തന്നെ അല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ സ്വന്തം നാട്ടിലുള്ള നമ്മുടെ കൊട്ടാരം എന്ന് പറയാം. നമ്മളിപ്പോ ഈ പാതാളത്തിൽ താമസിക്കുന്നത്. അതെ അതെ. അങ്ങനെ കുറേ നാളുകൊണ്ട് മീനുക്കുട്ടിക്ക് ആഗ്രഹമായിരുന്നു ഒരു കൊട്ടാരം പോയി കാണണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ വന്നെങ്കിലും അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്ന് 2ാം നില ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും വീഡിയോ എടുക്കാനായിട്ട് രണ്ടാമത് ഇവിടെ വന്നതും ഈ വീഡിയോ ഇടുന്നതും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ.